നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ ഫസ്റ്റ് വൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നോളജ്. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നോളജ് പറയുമ്പം യൂഷ്വലി നമ്മൾ പറയുക ഏതെങ്കിലും ഒരു ടെക്നോളജിയിലുള്ള അറിവൊക്കെയാണ് പറയുക. അതായത് ഇപ്പോൾ ജാവ, HTML, C++, അങ്ങനെയുള്ള ടെക്നോളജിയിലുള്ള അറിവുകളാണ് പറയുക. ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസിലാണെങ്കിൽ ടെക്നോളജിയിലുള്ള അറിവുകൾ മാത്രമല്ല, ടെക്നോളജിയിലുള്ള അറിവുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ആ പുതിയ ടെക്നോളജിയൊക്കെ വന്ന് ആ ടെക്നോളജിയിലുള്ള അറിവ് നമുക്ക് ആവശ്യമില്ലാതായി വരും. ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ് പറയുമ്പോൾ 3 ഇയർ ലൈഫ് ടൈം അല്ല. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് അതെന്ത് പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട് ഹിസ് ലൈഫിലും കരിയറിലും യൂസ് ചെയ്യാൻ പറ്റിയ പ്രിൻസിപ്പിൾസാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് കോർ പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ് ദ പ്രോസസ്സ്. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഈച്ച് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസാണ്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് പ്രോസസ് മോഡൽ, ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒരു പ്രോസസ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് പ്രിൻസിപ്പിൾ 1 BAJ. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന മോഡൽ പ്രിസ്ക്രിപ്റ്റീവ് ഓർ ഏജൈൽ പ്രോസസ് മോഡലായിരിക്കണം. പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ എന്താണ്, ഏജൈൽ പ്രോസസ് മോഡൽ എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ ബേസിക് ടെനറ്റ്സ് ഓഫ് പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ടെക്നിക്കൽ അപ്രോച്ച് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റും അത്രത്തോളം സിമ്പിളാക്കണം. പിന്നെ നമുക്ക് ഡിസിഷൻസൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഡിസിഷൻസൊക്കെ ലോക്കലായിട്ട് ഡിസിഷൻ എടുക്കണം. നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ് ഓൺ ക്വാളിറ്റി അറ്റ് എവരി സ്റ്റെപ്പ്. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ഫോക്കസ് ചെയ്യണം. അതായത് ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ടാസ്ക് ആണെങ്കിലും ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വാളിറ്റിയിലാണ്. പിന്നെ നെക്സ്റ്റ് BE റെഡി ടു അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ വേറെ ഏതൊരു സിറ്റുവേഷനിലേക്കും അതെന്ത് ചെയ്യണം, ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അതായത് പ്രോബ്ലം മാറുമ്പോഴും പ്രോജക്റ്റും ഒക്കെ മാറുമ്പോഴും ആ പ്രോഡക്റ്റ് നമുക്ക് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ബിൽഡ് ആൻ എഫക്റ്റീവ് ടീം. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് പ്രാക്ടീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടീം സെലക്ട് ചെയ്യുമ്പം ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യാൻ പറ്റിയ എഫക്റ്റീവായിട്ടുള്ള ടീമിനെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ മെക്കാനിസം ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും അതേപോലെ എല്ലാവരും തമ്മിൽ നല്ലൊരു കോർഡിനേഷനും വേണം. പിന്നെ മാനേജ് ചേഞ്ച് മീൻസ് നമ്മൾ ഏതൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ ചേഞ്ച് കൺട്രോളബിൾ ആയിരിക്കണം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് അസസ് റിസ്ക്. അതായത് നമുക്ക് റിസ്ക്കൊക്കെ അസസ് ചെയ്യാൻ പറ്റണം. എന്തൊക്കെ ടൈപ്പ് റിസ്ക്കാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റ് വർക്ക് പ്രോഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ് വാല്യൂ ഫോർ അതേഴ്സ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതെന്തായിരിക്കണം, കസ്റ്റമേഴ്സിന് ഓൾവേസ് വാല്യൂ കൊടുക്കണം. അതിനെക്കൊണ്ട് നല്ല യൂസ് ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം ബിൽഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് പ്രാക്ടീസ്. അതായത് നമ്മൾ താഴത്ത് പറയുന്ന നമ്മളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിനെ ഇതാക്കുന്ന പ്രിൻസിപ്പിൾസാണ് പറയുന്നത്, എഫക്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആ വർക്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ ഡിവൈഡ് ആൻഡ് കോൺകർ. അതായത്
ഡിവൈഡ് ആൻഡ് കോൺകർ മീൻസ് നമ്മൾ ലാർജ് പ്രോബ്ലത്തിനെ സ്മോൾ ചെറിയ എലമെൻറ്റ്സ് ആക്കി മാറ്റുക. അതിനെയാണ് കൺസേൺസ് എന്ന് പറയുന്നത്. സ്മോൾ എലമെൻസിനെ എന്നിട്ട് എന്തൊക്കെയാണ് ഓരോ കൺസേണും എന്തായിരിക്കും ഓരോ ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ഓരോ കൺസേണും ഇൻഡിവിജ്വലായി സോൾവ് ചെയ്ത് ഫൈനലി എന്ത് ചെയ്യുക, നമ്മൾ അത് ഓരോന്നും കമ്പൈൻ ചെയ്ത് നമ്മൾ ടോട്ടൽ സൊല്യൂഷനെ എത്തിക്കുക. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, understand the use of abstraction. Abstraction means understand the use of abstraction ആണ്. നെക്സ്റ്റ്, അബ്സ്ട്രാക്ഷൻ മീൻസ് നമ്മൾ കോംപ്ലക്സ് എലമെൻ്റ് ഒക്കെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലേക്ക് പോവുക. അതായത് കോംപ്ലക്സ് എലമെൻറ്റ് ഫസ്റ്റ് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളത് ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ ഇന്നർ സൈഡ് പോയി അതിൻ്റെ ഓരോരോ ചെറിയ ഐറ്റംസ് നമ്മൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം അബ്സ്ട്രാക്ഷനിലാണെങ്കിൽ നമ്മൾ ഡിസൈൻ മോഡൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലാണ്. അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എല്ലാം കൂടി ഒരുമിച്ചുള്ളത് നമ്മൾ പറയും. എക്സാമ്പിൾ സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ്റെ ഉള്ളിലേക്ക് വന്ന് ഓരോ ചെറിയ കോമ്പണൻസ്, ഇപ്പോൾ കോളം, സം ഫങ്ഷൻ അങ്ങനെയുള്ള സ്പ്രെഡ്ഷീറ്റിലുണ്ടാകും. അതൊക്കെ ലോ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലേക്ക് വന്ന് റിഫൈൻ ചെയ്ത് ഓരോന്നും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്ട്രൈവ് ഫോർ കൺസിസ്റ്റൻസി. അതായത് നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ് മോഡലാണെങ്കിലും സോഫ്റ്റ്വെയർ ഡിസൈൻ ആണെങ്കിലും സോഴ്സ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് കേസ് എന്തിലും നമ്മൾ എന്താ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസിയറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ആണെങ്കിൽ നമ്മളെന്താ മെനു ഓപ്ഷൻസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് കളർ സ്കീമൊക്കെ യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും ഐക്കൺസൊക്കെ കൺസിസ്റ്റൻസ് ആയിട്ട് പ്ലേസ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യൽ ഈസി ആയിരിക്കും. അതാണ് കൺസിസ്റ്റൻസി, സ്ട്രൈവ് ഫോർ കൺസിസ്റ്റൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണ്. അതായത് ഡാറ്റാബേസിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ലീഗസി സിസ്റ്റത്തിൽ നിന്ന് വെബ് ആപ്പിലേക്ക് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷനെയാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ചെയ്യുമ്പം ഒരു ഇൻ്റർഫേസിലൂടെയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു ഡാറ്റാബേസിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു ഇൻ്റർഫേസിലൂടെ പാസ് ചെയ്തിട്ടാണ് എൻഡ് യൂസറിലേക്ക് എത്തുക. അതായത് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഇൻ്റർഫേസ്, ആ യൂസറും ഡാറ്റാബേസും തമ്മിലുള്ള ഇൻ്റർഫേസ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പം എറേഴ്സും ഒമിഷൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഇൻ്റർഫേസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അനലൈസ് ചെയ്ത് വേണം ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ. ബിൽഡ് സോഫ്റ്റ്വെയർ ദാറ്റ് എക്സിബിറ്റ് എഫക്റ്റീവ് മോഡുലാരിറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് നമ്മൾ വലിയ സോഫ്റ്റ്വെയർ ആകുമ്പോഴൊക്കെ നമ്മൾ മൊഡ്യൂൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ആ മൊഡ്യൂൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ മൊഡ്യൂൾസായിട്ട് മോഡുലാരിറ്റി മസ്റ്റ് ബി എഫക്റ്റീവ് ആയിരിക്കണം. മോഡുലാരിറ്റി നമ്മൾ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ മൊഡ്യൂൾസായി സ്പ്ലിറ്റ് ചെയ്യുമ്പം ഒരു മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ കണ്ടൻസൊക്കെ പരസ്പരം ഒരു ഇൻഡിവിജ്വൽ മൊഡ്യൂൾ എടുത്തതിന് പരസ്പരം എന്തെങ്കിലും റിലേഷൻ വേണം. അല്ലാതെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു മൊഡ്യൂൾ കൊടുക്കാനൊന്നും പാടില്ല, പരസ്പരം റിലേറ്റഡ് അല്ലാതെ. പിന്നെ അതേപോലെ തന്നെ രണ്ട് മൊഡ്യൂൾസ് എടുക്കുകയാണെങ്കിലും മൊഡ്യൂൾസുകൾ തമ്മിലുള്ള പരസ്പര കണക്ഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം. അതിനെയാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കപ്ലിംഗ് കുറവായിരിക്കണം. പിന്നെ ഒരു ഇൻഡിവിജ്വൽ മൊഡ്യൂൾ എടുത്തു തന്നാൽ അതിൽ എന്തായിരിക്കണം, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ കൊഹിഷൻ ആയിരിക്കണം, ലോ കപ്ലിംഗ് ആയിരിക്കണം. അതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലുക്ക് ഫോർ പാറ്റേൺസ്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു യൂസറിൻ്റെ നീഡ്സ് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. അതാണ് ബോഡി ഓഫ് പാറ്റേൺസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വെൻ പോസിബിൾ റെപ്രസെൻറ്റ് ദ പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈസ് സൊല്യൂഷൻ ഫ്രം എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ആൻഡ് സൊല്യൂഷൻ എക്സാമിൻ ചെയ്യുമ്പം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം
നമ്മൾ ഏതൊരു പെർസ്പെക്റ്റീവിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യണം, നമ്മൾ എറേഴ്സും ഒമിഷൻസും ഒക്കെ കറക്റ്റ് ചെയ്യണം, അൺകവർ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിക്വയർമെൻറ്റ്സ് മോഡൽ ആണെങ്കിൽ നമുക്ക് ഡാറ്റ ഓറിയൻറ്റഡ് വ്യൂ പോയിൻറ്റ്, ഡാറ്റ ബേസ് ചെയ്തിട്ട് ഫങ്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു മോഡൽ എടുത്തു കഴിഞ്ഞാലും എറേഴ്സും ഒമിഷൻസും കവർ ചെയ്യാൻ പറ്റണം, അതാണ് പറയുന്നത്. റിമെമ്പർ ദാറ്റ് someone will maintain a software. Over the long term, software will be corrected as defects as encountered. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് പിന്നെയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതായത് എന്തെങ്കിലും എറേഴ്സ് പിന്നെയും യൂസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റണം. പിന്നെ എന്തെങ്കിലും എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവണമെങ്കിൽ, അതായത് അയാൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറിന് മാറ്റി അതൊക്കെ മാറ്റിക്കൊടുക്കണം. പിന്നെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിനബിലിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ മെയിൻറ്റെയിനബിലിറ്റി പ്രൊസീജിയറൊക്കെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റണം.